2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായിക്ക് ചുറ്റും കരുത്തുറ്റ നേതാക്കന്മാർ അദ്ദേഹത്തിനൊരു സംരക്ഷണ വലയമായിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജനപ്രീതി നേടിയ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരായിരുന്നു അതൊക്കെ. ശൈലജ ടീച്ചറും എം മണിയും ജി സുധാകരനും എന്നിങ്ങനെ പോകുന്ന ഒരു നീണ്ട നിര, നല്ല കപ്പാസിറ്റിയുള്ള, അവർ ഏത് വകുപ്പാണോ അവർ കൈകാര്യം ചെയ്യുന്നത് ആ വകുപ്പ് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവ് തെളിയിച്ച അല്ലേ നേതാക്കന്മാരായിരുന്നു 2016 പിണറായി വിജയൻ്റെ കൂടെ ഭരണത്തിൽ അദ്ദേഹത്തിന് ചുറ്റും എന്താ പറയുക, ഒരു സംരക്ഷണ വലയം പോലെ. 2016 പിണറായി സർക്കാരിൻ്റെ ആ 5 വർഷത്തെ ഭരണം, ആദ്യത്തെ ഭരണം ജനങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടതും ജനങ്ങൾക്ക് അത്രയും എന്താ പറയുക, വീണ്ടും ഒരു തവണ കൂടി പിണറായിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും ഒരുപക്ഷെ ആ കൂട്ടുകെട്ടായിരുന്നിരിക്കാം അല്ലേ. 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചിറങ്ങുമ്പോൾ ഇത് ഉറപ്പാണ് UDF തന്നെയായിരിക്കും, LDF വരാൻ ചാൻസ് കുറവാണ്. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ആദ്യത്തെ 5 വർഷത്തെ ആ ജനങ്ങൾക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക നേട്ടങ്ങൾ, വളരെ നല്ലൊരു ഭരണമാണ് പിണറായി ഗവൺമെൻറ് കാഴ്ചവെച്ചത്. കാരണം ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ എന്താ പറയുക ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഭരിച്ച ഒരു സർക്കാരായിരുന്നു ആദ്യത്തെ പിണറായി സർക്കാർ. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എം മണിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, അദ്ദേഹം പിന്നെ ഒരുത്തനെ വെട്ടിക്കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ്, ഒരുത്തനെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ നമുക്കറിയാം. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി വെട്ടിലായ സമയത്ത് ഇടുക്കിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു എന്താ പറയുക, പത്രക്കാരുടെയും മീഡിയക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് അദ്ദേഹം ഒരു സമ്മേളനം നടത്തിയപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞ പൊട്ടത്തരം നമ്മൾ കേട്ടതാണ് എല്ലാവരും. പാർട്ടിയെയും അയാളെയും ഒരുപോലെ വെട്ടിലാക്കിയ ലാസ്റ്റ് പുള്ളി അദ്ദേഹം ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ വന്നു. അതിനുശേഷമാണ് ഇലക്ഷൻ വന്ന് 2012 ഈ ഒരു പ്രസ്താവന, ഈ ഒരു ചർച്ച ഇദ്ദേഹം ഈ സമ്മേളനത്തിന് വിളിച്ചു പറഞ്ഞ മണ്ഡലം കഴിഞ്ഞിട്ട് 2016 അദ്ദേഹം മത്സരിക്കുകയും എം മണി വിജയിക്കുകയും ചെയ്തതാണ്. ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് എം മണി വിജയിച്ചത്. നമുക്കറിയാം, അച്യുതാനന്ദനെ പോലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ ദൈവമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർക്ക് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും വലിയ ശക്തരായ കൂട്ടുകെട്ടുകളും അത്രയും വലിയ നേതൃത്വവും അല്ലേ നേതാക്കന്മാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിണറായി വിജയന് കിട്ടിയ 5 വർഷക്കാലം നല്ല മനോഹരമായിട്ട് ഭരിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അത് നേട്ടം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് പിണറായി ഗവൺമെൻറ്റിനോട് വിശ്വാസവും സ്നേഹവും കൂടുകയും ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. ആ 5 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ജനങ്ങൾക്ക് ആ ഭരണത്തിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനാണ് അല്ലേ. ആ ഇലക്ഷനിൽ പിണറായി ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായിക്ക് ആരാണോ സംരക്ഷണമായിട്ട് നിന്നത്, ആരാണോ പിണറായി ഗവൺമെൻറ്റിൻ്റെ നെടും തൂണായി നിന്നത്, അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആളുകൾക്ക് ചാൻസ് കൊടുത്തതാണ്. അഴിച്ചുപണി നല്ലതാണ്, അഴിച്ചുപണി നല്ലതല്ലെന്നല്ല. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം, ഒരു കംപ്ലൈൻ്റ് ആയാൽ, ഒരു TV ആണെങ്കിൽ പോലും അത് കംപ്ലൈൻ്റ് ആയാൽ മാത്രമേ നമ്മളത് അഴിച്ചു പണിയേണ്ട ആവശ്യമുള്ളൂ. അതിൽ എന്തെങ്കിലും മാറേണ്ട സാധനം ഉണ്ടെങ്കിൽ മാറേണ്ട ആവശ്യമുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റിലെ ഓരോ വ്യക്തികളെയും, ശൈലജ ടീച്ചറെയും എം മണിയെയും സുധാകരനും പോലുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ മാറ്റി പകരം അവിടെ വേറെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. പിണറായിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ, പിണറായി വിചാരിച്ചത് ഈ പിണറായി എന്ന് പറയുന്ന ആളെ സ്നേഹിച്ച്, അല്ലെ പിണറായി എന്ന് പറയുന്ന ആളെ മാത്രം കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഈ കംപ്ലീറ്റ് ആളുകൾക്കും ബാക്കിയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നതും LDFന് വോട്ട് കൊടുക്കുന്നതെന്നാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് പിണറായിയോട് പറയാനുള്ളത്, പണ്ട് അച്യുതാനന്ദനെ സ്റ്റേജിലിരുത്തി താങ്കൾ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു കുട്ടി കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന്, ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന്, ആ വെള്ളത്തിൽ ആ കുട്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടൽ തിര നമ്മൾ കാണുന്നതല്ലേ, കടൽ തിര അലയടിച്ച് വരുന്നത്. അപ്പോൾ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം പകർത്തി ഈ കുട്ടി മാറി നിൽക്കുകയാണ് ഈ തിര അടിക്കുന്നത് കാണാൻ. അപ്പോൾ മുതിർന്ന ഒരാൾ ചോദിച്ചു, ഇതെന്താണ് മോനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, കുറേ നേരമായി ഞാൻ ഈ വെള്ളം കോരി ബക്കറ്റിൽ വെച്ചിട്ട് അത് അലയടിക്കുന്നില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മഹാസാഗരമായ കടലിൽ കിടക്കുമ്പോൾ മാത്രമേ കടൽ വെള്ളത്തിന് തിരയടിക്കാനുള്ള, ശക്തമായിട്ട് തിരയടിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. കോരി മാറ്റി വെച്ചാൽ അതിന് ജീവനില്ലാത്തതുപോലെയാണ്. ഇത് എനിക്ക് പിണറായിയോടും പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ,
നിങ്ങൾ ഒരു കടലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തെറ്റാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആളല്ല സാഗരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും അതിലെ അടിയുറച്ച് ജനങ്ങൾക്ക് വേണ്ടി രാവും പകലില്ലാതെ പ്രവർത്തിച്ച നേതാക്കന്മാരാണ് ശരിക്കും ആ സാഗരത്തിൻ്റെ എന്താ പറയുക ബലം, ശക്തി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിണറായി വിജയൻ താങ്കൾ പറഞ്ഞതുപോലെ ആ ബക്കറ്റിൽ കുട്ടി കോരിക്കൊണ്ടുപോയ വെള്ളം മാത്രമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ശക്തമായ ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് ജനങ്ങളുടെ ഒരാളായി എന്താ പറയുക പ്രവർത്തിച്ച് വന്ന നല്ല നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ ആളുകൾക്ക് നിങ്ങൾ ചാൻസ് കൊടുത്ത് പുതിയ ആളുകൾ വന്നിട്ട് എന്ത് മലയാണ് മറിച്ചത്? ഒരു കാര്യം എടുത്തു പറയാൻ പറ്റുമോ? ഒരു കാര്യം വിവാദങ്ങളിൽ ഉൾപ്പെടുന്നതല്ലാതെ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് എം മണിയെ പോലുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ ഭരണം, ആ ആദ്യത്തെ ഭരണത്തിൻ്റെ മികവിൻ്റെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങളത് അവകാശപ്പെട്ടവരെ മാറ്റി നിർത്തി പുതിയ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് പരീക്ഷിക്കാൻ കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അത് പുതിയ ആളുകൾക്ക് നിങ്ങൾ ചാൻസ് കൊടുത്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ശക്തമായ പാർട്ടിയുടെ നെടും തൂണാണ് നിങ്ങൾ അർത്ഥം മാറ്റിയത്. ജി സുധാകരനെ പോലുള്ള ആളുകളെയൊക്കെ ആലപ്പുഴയിൽ നിന്ന് ആരെങ്കിലും എന്തിൻ്റെ പേരിലായാലും മാറ്റി നിർത്തുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്? പിണറായി വിജയൻ പോയാലും ജനങ്ങൾക്ക് ഒരു നഷ്ടമില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പിണറായി വിജയനെ എതിർക്കുന്ന ഒരു ഭൂരിഭാഗം പേരുണ്ട്. പിന്നെ പിണറായി വിജയനോടുള്ള പേടി കൊണ്ട്, ഭയം കൊണ്ട് മാത്രമാണ് ഇതാരും പുറത്ത് പറയാത്തത്. പക്ഷേ മറ്റുള്ള നേതാക്കന്മാരോടുള്ളത് പേടിയല്ല, അവരോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. അപ്പോൾ അത്തരം നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച മണ്ടത്തരം, വളരെ മണ്ടത്തരം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വടക്കൻ ജില്ലകളിൽ മാത്രം ഒതുങ്ങിയതുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വടക്കൻ ജില്ലകളിൽ ഒതുക്കിക്കളഞ്ഞു. കേരളത്തിലുടനീളം നമുക്കറിയാം, ഭാരതത്തിലുടനീളം പടർന്ന് പന്തലിക്കേണ്ട പാർട്ടിയെ കേരളത്തിലുടനീളം എന്ന് പറയുന്ന രീതിയിലൊക്കെ ആക്കി. ഇനി അത് കണ്ണൂരുടനീളം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ തവണയും ഒരു ചാൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ ഈ പറയുന്ന പഴയ ആളുകൾ തന്നെ ഭരിച്ചിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ നേതാക്കന്മാർ തന്നെയാണ് ഭരിച്ചിരുന്നെങ്കിൽ ഇന്നും മൂന്നാമത്തെ പിണറായി സർക്കാർ ഭരണം നമ്മൾ കാണേണ്ടതായിട്ട് വന്നേനെ. ജനങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഈ പറയുന്ന നേതാക്കന്മാർ കൈകാര്യം ചെയ്തതിനും കാര്യങ്ങൾ. പക്ഷേ നെടുന്തൂണായി അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം, അത് പാർട്ടിയുടെ കടക്കിൽ കത്തിവെച്ച ഒരു പരിപാടിയായിപ്പോയി. ഇനി ഒരു പക്ഷേ തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 5 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ വരാനാണ് ചാൻസ്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക ഇലക്ഷനിൽ നിൽക്കുന്നതും കാൻഡിഡേറ്റ് ആകുന്നതും മത്സരിക്കുന്നതും എല്ലാം ഇതോടുകൂടി തീർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അടുത്ത ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ അദ്ദേഹം ഏജ് ഓവറാവും, നിൽക്കാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ മറ്റുള്ള ആളുകളിലൊക്കെ നല്ല നേതാക്കന്മാരൊക്കെ ഇപ്പോൾ അത്യാവശ്യം പാർട്ടി വിട്ടുമൊക്കെ പോയി. പലരും മതിയായി, പാർട്ടിയോടുള്ള താല്പര്യം കുറഞ്ഞു ഈ പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് കാണിച്ചു കൂട്ടിയ ആ മണ്ടത്തരം, പക്ഷേ ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒതുങ്ങിയ പാർട്ടിയെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് വളരെ നന്ദി. ഇനിയും ഇത്തരം മണ്ടത്തരങ്ങൾ, അതായത് ഒരു 16 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ അവസരങ്ങൾ കൊടുക്കാതെ, ഒരു പരിചയമില്ലാത്ത, ആരാണെന്ന് പോലും അറിയാത്ത കുറേ ആളുകൾക്ക് അവസരം കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി പരീക്ഷിച്ച പിണറായി വിജയന് ഒരു സല്യൂട്ട്. ഇനിയും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കഴിവതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഒതുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. ഓക്കെ, വളരെ നന്ദി.